ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് ദുഃഖവെള്ളി, അല്ലെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന ദിവസമാണല്ലോ. ലോകം ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച ദിവസമാണല്ലോ ഇന്ന്. അതുകൊണ്ടാണ് നാം ഇന്ന് ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ച ദിവസമാണല്ലോ ഇന്ന്. അതുകൊണ്ടാണ് നാം ഇന്ന് ദുഃഖവെള്ളി എന്നും പറയുന്നത്. ദുഃഖവെള്ളിയാഴ്ച എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന ചിന്ത യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ കാൽവരിയിലെ യാഗമാണ്. യേശു ക്രിസ്തുവിനെ യോഹന്നാൻ സ്നാപകൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇപ്രകാരമാണ്: ഇതാ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുവിന്റെ കാൽവരി കുരിശിലെ യാഗമെന്നത് പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ദൈവം നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്? ആദമിന്റെ അനുസരണക്കേട് മൂലം ദൈവമക്കൾക്ക് നഷ്ടപ്പെട്ട നിത്യജീവൻ അവർ വീണ്ടും അവകാശികൾ ആകുകയാണ് യേശുവിന്റെ കുരിശിലെ യാഗത്തിലൂടെ. അതുകൊണ്ടാണല്ലോ വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. 3 കുരിശുകൾ കാൽവരിയിൽ ഉയർന്നു. ഒന്ന്, പ്രതിഷേധത്തിന്റെ കുരിശ്, ദ ക്രോസ് ഓഫ് റിബല്യൻ. ഇടതുവശത്തെ കള്ളന്റെ കുരിശ്, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കാൻ. കർത്താവിൽ പോലും ഒരു കള്ളനെ കണ്ടു. രണ്ടാമതായി അനുതാപത്തിന്റെ കുരിശ്, ദ ക്രോസ് ഓഫ് റിപ്പന്റൻസ്. വലതുവശത്തെ കള്ളന്റെ കുരിശ്, നീ എഴുന്നള്ളി വരുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് പറഞ്ഞ കള്ളൻ. അവന്റെ തെറ്റും കണ്ടു, കർത്താവിന്റെ നന്മയും കണ്ടു. സ്വന്തം തെറ്റ് കണ്ടു, അപരന്റെ നന്മയും കണ്ടു. മൂന്നാമതായി വീണ്ടെടുപ്പിന്റെ കുരിശ്, ദ ക്രോസ് ഓഫ് റിക്കവറി. ഇന്ന് നീ എന്റെ കൂടെ പറുദീസയിലിരിക്കുമെന്ന് പറയുന്ന ക്രിസ്തു. ക്ഷമിക്കുന്ന കുരിശ്, കള്ളനിൽ പോലും ഒരു നന്മയെ കണ്ടു യേശു ക്രിസ്തു. യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ മുറിവേറ്റവൻ മുറിപ്പെടുത്തുന്നതല്ല, മറിച്ച് മുറിവേറ്റവൻ മുറിവ് ഉണക്കുന്നതാണ് നാം കാണുന്നത്. ഇന്നും ക്രിസ്തു ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് 2 കള്ളന്മാരുടെ നടുവിൽ ആണ് ക്രൂശിക്കപ്പെട്ടിരുന്നതെങ്കിലും ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കള്ളത്തരങ്ങളുടെ നടുവിൽ. സ്നേഹത്തിന്റെ പ്രതിനിധിയായ ചുംബനം അന്ന് വഞ്ചനയുടെ പ്രതിനിധിയായി മാറി. എനിക്കും നിനക്കും വേണ്ടി കുരിശിൽ മരിക്കുവാൻ കർത്താവ് തയ്യാറെങ്കിൽ എന്നെയും നിന്നെയും അത്രമാത്രം സ്നേഹിച്ചു എന്നാണ് ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മെ പഠിപ്പിക്കുന്നത്. സ്നേഹമാണ് കർത്താവിന്റെ രൂപം. സ്നേഹമാണ് കാൽവരി പറഞ്ഞു തരുന്ന പാഠം. അതുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മോട് പറയുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നത്. യേശു കുരിശിൽ മരിച്ചുവെന്ന് കാരണത്താൽ കുരിശ് വിശ്വാസികൾക്ക് മഹത്തായ ആത്മീയ അഭയമായി മാറി. ഇത് കുരിശിനെ ദൈവമാക്കി കാണുന്നതുകൊണ്ടല്ല, പിന്നെയോ കുരിശിൽ നിഷ്കളങ്കതയുടെ പരിചരണത്തിൽ മരണം അനുഭവിച്ച ദൈവപുത്രന്റെ ദൈവീക അരൂപി കുരിശിലൂടെ വിശ്വാസികളെ ആശീർവദിക്കുന്നത് മൂലമാണ്. ജനങ്ങളുടെയും പുരോഹിതന്മാരുടെയും നിർബന്ധത്തിന് വഴങ്ങി മരണശിക്ഷ അർഹമായ ഒരു തെറ്റും ചെയ്യാതെ യേശുവിനെ ക്രൂശിക്കുവാൻ പീലാത്തോസ് വിധി എഴുതുന്നു. ലോക ചരിത്രത്തിൽ അന്ന് വരെയും നടന്നിട്ടില്ലാത്തതും അതിനുശേഷം നടന്നിട്ടില്ലാത്തതുമായ ഒരു വിധിയാണ് അന്ന് പീലാത്തോസ് എഴുതിയത്. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല എന്ന് ലോക നിയമത്തിന്റെ മുമ്പിലാണ് ഇപ്രകാരം ഒരു വിധി ഉണ്ടായത്.
ദുഃഖവെള്ളിയാഴ്ചയുടെ ഈ പുണ്യദിനത്തിൽ യേശുക്രിസ്തുവിന്റെ ത്യാഗനിർഭരമായ സ്നേഹത്തിന് ആദരവോടെയും നന്ദിയോടെയും നമുക്ക് തലകുനിക്കാം. നാം പോകുന്നിടത്തെല്ലാം സ്നേഹവും ക്ഷമയും പ്രചരിപ്പിച്ച് അവന്റെ കാൽച്ചുവടുകളിൽ നടക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. പാപം എന്തെന്നറിയാത്തവൻ പാപികളായ മനുഷ്യരുടെ പാപങ്ങളെല്ലാം സ്വയമായി സ്വീകരിച്ചുകൊണ്ട് കാൽവരയിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിലൂടെ പാപികളായ മനുഷ്യരുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ രക്ഷിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യം. നന്ദി, നമസ്കാരം.